മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാനുള്ള തിടുക്കാണ് ഗൈസ്. പതുക്കെ പോ, മെല്ലെ 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 മെല്ലെ. ഹായ് ഫ്രണ്ട്സ്, DD വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡിസംബർ 29 ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. അപ്പോൾ ദേവ് രാവിലെ തന്നെ ഓൺലൈൻ എക്സാമാണ് ദേവുവിന്. അപ്പോൾ ദേവ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. എക്സാം എഴുതുകയാണ്. രാവിലെ 7 മണിക്ക് എണീറ്റ് കുറച്ച് നേരം പഠിച്ചു. ബുക്ക് ഇതിൽ ബുക്കുണ്ട്. അപ്പം ക്വസ്റ്റ്യൻസ് ഇതിലാണ്, PDF വഴിയാണ് അയച്ചേക്കണത്. അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ നോക്കുന്നു, എഴുതുന്നു. ഇനി വെറും 4 പേജും കൂടെ എഴുതിയാൽ മതി. ഇനി ഇപ്പം ഞാൻ ഹിസ്റ്ററിയും പിന്നെ വേറെ ഏതാണ്, ഹിസ്റ്ററിയും ജോഗ്രഫിയും കംപ്ലീറ്റ് ചെയ്തു. പൊളിറ്റിക്സ് ഇത് കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. ടോട്ടൽ 16 പേജാണ് ക്വസ്റ്റ്യന്. 11 എണ്ണം കഴിഞ്ഞു. ഹിന്ദിയും ഇതൊക്കെ മിക്സ്ഡ് ആണ് കേട്ടോ. നമ്മളെ ബോർഡ് എക്സാമിന് വരുന്ന മോഡൽ തന്നെ. ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ. ഇതാണ് ആ കാണുന്നത്, ദൂരെ കാണുന്നത് കണ്ടോ, കായലാണ് കാണുന്നത്. ഇവിടെ കാണുന്നത് കായലാണ്. ചുറ്റും ഫ്ലാറ്റുകൾ. ഇതെന്തോ നഴ്സറിയാന്ന് തോന്നുന്നു, ചെടിയുടെ. ഫ്രണ്ട്സ്, ഞാൻ പേപ്പർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പം ഞാൻ താഴെ റിസപ്ഷനിൽ അത് പേപ്പർ കൊണ്ടുവന്നിട്ടില്ല. 9:30 കറക്റ്റ് 9:30 എക്സാം സ്റ്റാർട്ട് ചെയ്യണത്. ദേവുവിന് ടാബ് എടുത്തു കൊടുത്തു, പിന്നെ പെന്നെടുത്തു കൊടുത്തു. ഇനി ഇരുന്നോ ദേവു എന്ന് പറഞ്ഞപ്പം അടുത്ത വർത്താന, അയ്യോ ഞാൻ A4 ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബുക്കൊക്കെ എടുത്തു വെച്ചു. പിന്നെ എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് കുറേ ഓർത്തു. പക്ഷെ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഒരാവശ്യമില്ലാതെ മാത്സിന് ടെക്സ്റ്റ് വരെ എടുത്തു. ടെക്സ്റ്റിന് ഒരാവശ്യമില്ല, ടെക്സ്റ്റ് വരെ എടുത്തു. മാത്സിന്റെ എക്സാമാണ് മറ്റന്നാള്. അതില് പേപ്പറിന്റെ കാര്യം ഞാൻ തീരെ ഓർത്തിട്ടില്ല. പെന്നും പെൻസിലും റബ്ബറും കട്ടർ വരെ എടുത്തു. ഹായ് ഡിയർ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇപ്പൊ തന്നെ വീണാലേ ആനിവേഴ്സറി വിഷ് ചെയ്തതിന് കാല് വെച്ച് വീണു. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അല്ലേ? ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. നീണ്ട 17 വർഷം. 7 വർഷം പോലെ പോയത്. സത്യം. 23ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 23 വയസ്സായിരുന്നു അന്ന് കല്യാണം കഴിച്ച് കൂടെ കൂടിയതാണ് ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെ 17 വർഷം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഞങ്ങള് ആഘോഷങ്ങളൊന്നുമില്ല, സന്തോഷം, അത്രേ ഉള്ളൂ. ഒരു ട്രിപ്പ്. ഇപ്പം എൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടി ഇന്ന് ജോയിൻ ചെയ്യും ട്രിപ്പിലോട്ട്. അവർ 4 മണിയാകുമ്പോഴേ എത്തുള്ളൂ. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങളൊരു കസിൻ്റെ വീടുണ്ട് ഇവിടെ അടുത്ത്, അവിടെ ഒന്ന് പോകണം ഞങ്ങൾക്ക് അവർ വരുമ്പോഴേക്കും. ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞു. ഇന്ന് പവന വേറെ വെഡിങ് നല്ല ഹാപ്പി ആയുണ്ട്. ഇതെന്താ ഗിഫ്റ്റ് ഒന്നുമില്ല ഞങ്ങൾക്ക്? ഗിഫ്റ്റൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പൊ എക്സാം കഴിഞ്ഞു. പേപ്പറൊക്കെ ഇമെയിൽ വഴി സെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ ഒരുങ്ങാതെയാണ്, ജസ്റ്റ് വേഗം എക്സാം എഴുതിയതാണ്. അല്ല, വേഗം ഇരുന്നതാണ്. ജസ്റ്റ് ഫ്രഷായി, ഡ്രസ്സ് മാറി, മുടി കെട്ടി, അങ്ങനെ ഇരുന്നു. ഒരുങ്ങാനൊന്നും നേരം കിട്ടിയില്ല. ചിലപ്പോൾ ഒരുങ്ങണം, മറ്റേ സൂമൊന്നും അല്ലല്ലോ. സോ ഞാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 12:15 ഞങ്ങളിപ്പം കസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അമ്മേൻ്റെ കസിൻ അനിയത്തിൻ്റെ വീടുണ്ട് ഇവിടെ. ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ നമ്മൾ വെക്കേറ്റ് ചെയ്യണില്ല, ഇവിടെ തന്നെയാണ്. 1-ാം തീയതി വരെ നമ്മൾ ഇവിടെ തന്നെയാണ്. ഫ്രണ്ട്സ്, ഞങ്ങളപ്പോൾ പുറത്തോട്ട് പോകണം, ഫുഡ് കഴിക്കണം.
മിക്കപ്പോഴും ഞങ്ങൾ ലഞ്ച് കഴിക്കണ സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗൈസ്. നല്ല ഊണാണ് കേട്ടോ, നല്ല ഊണാണ്, നല്ല ടേസ്റ്റ്. സീ ഫുഡ് കിട്ടണ റെസ്റ്റോറൻറ്റ്. വയറ് വെള്ളം വരിക. നമുക്ക് ഇതൊക്കെ ഉണ്ട്, കൂന്തള്, സ്കിട്ട്, ചെമ്മീന്, മുട്ട, മീൻ മുട്ട, അതൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് ഒരാള് അവിടെ നിന്ന് ഇറങ്ങി പോന്നു. വലിയ മെച്ചമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോണത്. അവർ എക്സ്പെക്ട് ചെയ്തതും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം വ്യത്യാസം ഉണ്ടാവും. അവരൽപ്പം ഇതിൽ നല്ല സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഒക്കെ കയറുന്ന ആൾക്കാരാവും അല്ലേ? നോക്കാം ചെല്ലെങ്കിൽ നമ്മൾ മെച്ചല്ല എന്നാണ് പറയും. മുട്ടയും ചെമ്മീനും കക്കയും നല്ല വിശപ്പുള്ള മൊത്തം ഞാൻ നമ്മുടെ ചേച്ചിയാട്ടോ, ഇവിടുത്തെ ചേച്ചിയാണ്. അതെ, നമ്മുടെ സബ്സ്ക്രൈബറാണ്, കമ്പനിയാണ്. നമ്മളെ വന്ന് പരിചയപ്പെട്ടതാണ്. നമ്മള് ക്ഷീണിച്ചു പോയി. അതെ, കഴിക്കും, നല്ലോണം ഫുഡ് കഴിക്കണം. നെയ്മീൻ, കൂന്തൽ, കൊണ്ടാട്ടം, നെയ്മീനാ, ചെമ്മീൻ റോസ്റ്റ്, പിന്നെ മീൻമുട്ട 2 വേണം. കക്കയുണ്ട്, ഞങ്ങൾ കഴിക്കട്ടെ. ഇതെന്റെ ഫേവറേറ്റ് ആട്ടോ, ഇത് എന്റെ ഫേവറേറ്റ്. നല്ല രസമുണ്ട്, എല്ലാം നല്ല രസമുണ്ട്. അമ്മ ഊണിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. ഫ്രണ്ട്സ്, അപ്പം ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് മീൻമുട്ട ബാക്കി വന്നിരിക്കുന്നു. സോ നമ്മളത് പാഴ്സൽ കൊണ്ടുവന്നിരിക്കുകയാണ് റൂമിൽ നിന്ന് കഴിക്കാൻ. സോ നമ്മളിനി നേരെ അനു ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് പോണത്. വണ്ടർല നമുക്ക് തിരിച്ചു പോകുമ്പോഴതിന് മുമ്പ് തന്നെ പോവാം. ഫ്രണ്ട്സ്, ഞങ്ങൾ വണ്ടർലാൻഡിന്റെ മുമ്പ് പാസ് ചെയ്തപ്പോഴാണ് വണ്ടർലാൻഡ് പോണെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ കറക്റ്റ് എൻട്രൻസ് ഉണ്ടപ്പോഴാണ് ഈ വണ്ടർലാണ്. ഞാൻ ഇപ്പുറത്ത് കുറെ ടീഷർട്ടും ട്രൗസേഴ്സും ഒക്കെ തൂക്കിയിട്ടേക്കണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും വണ്ടർലാ. തൊട്ട് ഓപ്പോസിറ്റ്. ഇല്ല, തിരക്കൊന്നും ഇല്ല ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ മഞ്ഞും തണുപ്പൊക്കെ ആയതുകൊണ്ട് ആൾക്കാർക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ മടിയാണ്. ഞാൻ ഉള്ളിൽ തിരക്കുണ്ടോ അറിയില്ല. ഈ സമയത്തൊക്കെ ആൾക്കാര് അകത്തല്ലേ, അതൊക്കെ അകത്തല്ലേ. പിന്നെ വൈകുന്നേരത്തില് പുറത്തിറങ്ങുള്ളൂ. രാവിലെ ആയിരിക്കും തിരക്കൊക്കെ ഉണ്ടാവും. അപ്പം നമ്മള് അങ്ങനെ അനു ആൻറ്റീൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് ഇവരുടെക്ക് ബേക്കറിയൊക്കെ വാങ്ങാൻ ഇറങ്ങിയിരുന്നു. അപ്പം നമുക്ക് ഞങ്ങൾ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്, ഒരു 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ ഒരു വീട് വന്നു. ആ വീട് വന്നിട്ട് ഞങ്ങൾ വന്നിട്ടില്ല. ഇവിടെ വീട് അത് പറഞ്ഞ 3 വർഷമൊക്കെ ആയി. എവിടെ പോവാ കളിക്കാൻ? ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സ് കിട്ടി, കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കുക, അച്ഛൻ കളിക്കുക. കളി ഞങ്ങളൊരു റീലെടുത്തു. അത് എന്താടും ചുട്ടമ്മായി എന്നാണ്. ഈ പൂവിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഈ ഒരു പൂ. ഞങ്ങൾ പോവാണ്. ഓക്കെ, ബൈ ബൈ. ടാറ്റ എന്നേ, ടാറ്റ ടാറ്റ, സീ യു, ബൈ. ഫ്രണ്ട്സ്, അങ്ങോട്ട് പോയപ്പോ വണ്ടർലാൻഡ് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയില്ല. ഈ സമയം വരെ ഉണ്ടോ വണ്ടർല? 6 മണി വരെ ഉള്ളൂ.
ഗൈസ് വണ്ടർലയിൽ എന്തോ കാർണിവൽ സംതിങ് എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ പാർക്ക് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, മറ്റേ ആ റൈഡുകളും ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. മറ്റേ സ്റ്റേജ് പരിപാടി ഉണ്ടല്ലോ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. അവിടെ യന്ത്രൂഞ്ഞാൽ നടന്നല്ലേ ലൈറ്റ് വന്നത്. ഓ യന്ത്രൂഞ്ഞാൽ നമ്മള് കാണുമ്പോ ഞാൻ അതിൽ കേറൂല, എന്ത് പേടിയാണ് വിചാരിക്കും. കേറുമ്പോഴോ ആ മൈനസ് സ്പീഡിലെത്തും. അങ്ങനെ ഞാൻ വെറുതെ ലിഫ്റ്റ് കയറി അങ്ങനെ ഏറ്റവും മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു രസമല്ല. ഞങ്ങൾ എടപ്പള്ളി പള്ളിയിൽ വന്നതാണ്. എടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ആകെ ഫുള്ള് അലങ്കരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. പള്ളി പെരുന്നാൾ വരെ ആക്കിയിട്ടുണ്ട്. അടിപൊളി. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. സോ പപ്പേൻ്റെ ഫ്രണ്ടും ഫാമിലി അവിടെ നമ്മൾ ഫോറം മാളിൽ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് ആണ് പോണത്. അപ്പം നമ്മളവിടെ എത്താനൊരു അരമണിക്കൂർ ആവുമായിരിക്കും, കാരണം ട്രാഫിക് ബ്ലോക്ക് എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ നേരെ ഓഫ് ടു ഫോറം മാൾ. ഞങ്ങൾ ഫുഡ് കോർട്ടിൽ വന്നേക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് KFC വേണം പറഞ്ഞപ്പോൾ ഞാൻ പപ്പ KFCയുടെ അടുത്തേക്ക് ഫോൺ കൊണ്ടുപോകും കേട്ടോ. പക്ഷെ KFCൻ്റെ ആയിട്ട് കടലല്ലോ ഇവിടെ. ഞങ്ങള് ഫുഡ് കോർട്ടിൽ നിന്ന് പോവാണ്. കഴിച്ചിട്ടില്ല, ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ഓർഡറും കൊടുക്കാൻ നേരം കിട്ടണം, കിട്ടാൻ ഭയങ്കര പലതും പല സ്ഥലത്തുനിന്ന് ആയതുകൊണ്ട് റെസ്റ്റോറൻ്റ് ആകുമ്പോൾ സിംഗിൾ സ്ഥലത്ത് വരുന്ന ഓർഡർ ചെയ്യാറ്. ഞങ്ങൾ റൂമിലെത്തി, ഫുഡൊക്കെ കഴിച്ച്. ഫുഡ് കുറച്ച് ഹെവി ആയിരുന്നു ഗൈസ്. വിശപ്പാണ് മാറിയാണ് കിട്ടി. അപ്പം ഞങ്ങൾ ആയിട്ട് ഇതൊക്കെയായിരുന്നു പരിപാടികൾ. അയ്യാ അപ്പം നാളെ എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പ്ലാനൊക്കെ ഇട്ടിട്ട് പപ്പയുടെ ഫ്രണ്ട് പോയി, അനൂപ് മാമൻ പോയി, എല്ലാവരും അപ്പുറത്തെ റൂമിലേക്ക് പോയി. അവരുടെ റൂം തൊട്ട് ഓപ്പോസിറ്റ് ആണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.